ഹായ് ഓൾ അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എടുത്തിന് അപ്പോൾ ഇല്ല ഇന്നത്തെ ചായ കൂടി ഞാൻ മിസ്സാക്കിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾ കുറേ എപ്പോഴും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇടയിലൊന്ന് ചായ അങ്ങോട്ട് മാറ്റാം, ഒന്ന് ഇങ്ങോട്ട് മാറ്റാം, അങ്ങനെയല്ല. ചായ കുടിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വന്നിരുന്നത്. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. ഞാനൊരു ദിവസം എടുത്ത വീഡിയോ വന്ന് ഞാനൊരു 2-3 ദിവസം നല്ല മഴ തന്നെ ഉണ്ടായിട്ടില്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. മഴൻ്റെ ലാസ്റ്റത്തെ വീഡിയോ. ഇനി അങ്ങനെ മഴ കുറഞ്ഞുകൊണ്ട് വരുന്നല്ലേ, ഇനി അങ്ങനെ എന്ത് കിട്ടാനില്ലേ, ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഈ ഒരു രാവിലെ തന്നെ ഒരു മൂടം കിട്ടിയ ഒരു ക്ലൈമറ്റ്, തണുപ്പ്, നല്ല മഞ്ഞുണ്ടല്ലോ കാണാൻ. മഴക്കാലം കുറയുമ്പോൾ പോലെ എനിക്ക് ഭയങ്കര മിസ്സാണ്. എന്തോരം ഇഷ്ടം മഴ, ആ തണുപ്പും മഴയെല്ലാം. ഈ ചൂട് കൊള്ളുമ്പോൾ ഭയങ്കര ഒരു എന്തോ ഒരു വാങ്ങാനില്ല. മഴ ആകുമ്പോൾ നല്ലൊരു മജാന്ന് അങ്ങനെ. അപ്പോൾ അതാ ഓർഡർ ഉണ്ടായി, എപ്പോഴും കാണിക്കുന്നത് കണ്ടതുപോലെ തന്നെ. അപ്പോൾ ഇന്നുണ്ടായ ഓർഡർ എന്തിപ്പോൾ മട്ടൻ കറി, പായസം, പിന്നെ അപ്പങ്ങൾ അതെല്ലാം ഉണ്ടായി. പിന്നെ ബിരിയാണി ഉണ്ടായി. അതെല്ലാം കൊണ്ടുപോകാൻ ഇഷ്ട വന്നിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തേക്കും ഉണ്ടായി ഓർഡർ. അതാ പൊരിയപ്പവും പിന്നെ എന്തുകൊണ്ട് ഉണ്ടായി ഇത്തിപ്പായ അങ്ങനെ എന്തോ ഉണ്ടായി. ഇതെല്ലാം കുറേ സായി വീഡിയോ എടുത്തിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നില്ല. അപ്പോൾ നല്ല ക്രിസ്പി പൊരിയപ്പായിട്ട് വന്നിന്. ഇതാ മസാല നോക്കിയേ, നല്ല ടേസ്റ്റും ഉണ്ട്, കാണും പോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ അതെല്ലാം കഴിഞ്ഞിട്ടതിന് ശേഷമല്ലേ പിന്നെ ഞാൻ വന്നിരുന്നത് കിച്ചണിലോട്ട് വന്നില്ല. വൈകുന്നേരം ഒരു മഗ്‌രിബ് നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ടാണ് തോന്നുന്നു വന്നിരുന്നത്. രാത്രി മുമ്പത്തെ ഓർഡറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടായിട്ട് അക്ക വന്നിട്ടുണ്ടായി. അക്ക എല്ലാം ക്ലീനാക്കിയിട്ട് അടിച്ചിട്ട് തുടച്ചിട്ട് എല്ലാം ആക്കിയിട്ട് നീറ്റാക്കിയിട്ട് പോയിന്. അതിന് ശേഷം നമുക്ക് കിച്ചണിലോട്ട് വയ്യാന്ന് വന്നത്. പിന്നെ ഓർഡറൊന്നുമില്ല. ഓർഡറില്ലെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് വരുന്നോ ഇതാക്കണമെന്നൊന്നുമില്ല, നമ്മൾ ടൈം പോലെ. അപ്പോൾ വൈകുന്നേരം ചായ കുടിക്കാൻ പുളമാരെല്ലാം ഉണ്ട്, മിതാദോ മിന്നു തന്നു എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ നല്ലൊരു അടിപൊളി ചായ ആക്കിയിട്ട് കുടിക്കാം, മക്കളും ഞാനെല്ലാം ആയിട്ട്. അപ്പോൾ മഹതും ഉണ്ടെന്ന് തോന്നുന്നു, ഉറങ്ങുന്നുണ്ടപ്പാ, ശരിക്കും ഓർമ്മയില്ല. അപ്പോൾ ഞാനന്ന് മറ്റേ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലേ, മറ്റേ ഫർണിച്ചറിൻ്റെ ഷോപ്പിൽ. അപ്പോൾ 2-3 ആളോട് ചോദിച്ചിട്ടുണ്ട് മൈക്കിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. മൈക്ക് നല്ല സൗണ്ട് ഉണ്ട്, 2500 2800 സംതിങ് അങ്ങനെ എന്തോ കൊടുത്തിന്. നല്ല സൗണ്ട് ഉണ്ട് ഞാൻ വെച്ചിട്ടാകുമ്പോൾ. പക്ഷെ നമുക്ക് വെക്കാൻ മറക്കുന്നത്, അതാണ് പ്രശ്നം, അധികം മറക്കുന്നത്. പിന്നെ ഈ പ്രൊമോഷൻ വീഡിയോ അങ്ങനെല്ലാം ഉണ്ടെങ്കിൽ എടുക്കുന്നത്, അല്ലെങ്കിൽ മറന്നിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് അപ്പോൾ കുറച്ച് ഞാൻ മൈക്ക് വെച്ചിട്ട് വോയിസ് കൊടുത്തതാണോ, അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിൻ്റെ സൗണ്ടില്ല, നല്ല സൗണ്ട് ഉണ്ട്. ഇപ്പോൾ ഈ യൂട്യൂബിൽ സാധാരണ വീഡിയോ ആക്കില്ലേ ചായ ഉണ്ടാക്കാം. കുറേ ദിവസമായി കോഫിയാ ചായ എന്തോപ്പാ അല്ല കോഫിയല്ല ചായ കുടിച്ചിന്. അടിയിൽ ചായയും കോഫിയെല്ലാം കുടിച്ച്. അപ്പം ഇന്ന് കുറേ ഓർഡർ ഉണ്ടായി. അങ്ങനെ ഓർഡറെല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് അക്കെല്ലാം പോയിന്. പിന്നെ ഞമ്മ പോയി കുളിച്ചു, നിസ്കരിച്ചു, കുറച്ച് കിടന്ന് പിന്നെ എണിച്ച് പിന്നെ മകര നിസ്കരിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം അന്ന് കിച്ചണിലോട്ട് കയറിയത്. കിച്ചണിലോട്ട് കയറിയിട്ട് വലിയ പണിയൊന്നുമില്ല, എല്ലാ ഫുഡെല്ലാം ഉണ്ട്. നമുക്കൊരു ചായ കുടിച്ചിട്ടായിട്ട് പിന്നെ ഫുഡ് കഴിക്കും. കണ്ടാ അത് മൈക്ക് വെച്ചിട്ടുള്ള സൗണ്ട്. അതിന് ശേഷം നടന്ന എന്താ പറയുക, മൈക്ക് ഞാൻ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ടായി. പുള്ളറ ഏതോ നിന്റെ കൈ കൊണ്ട് തട്ടിയിട്ടില്ലേ, മൈക്കും താഴെ പോണ്, ഫോണും താഴെ പോണ്, മൈക്കിൻ്റെ ആ ഒരു സ്പീക്കറിൻ്റെ ആടുന്ന് ഞളിയിട്ട് വന്നറിഞ്ഞാൽ അതെന്തോ അങ്ങനെ ഇവിടെ ഒരു 4-5 ദിവസം ഉണ്ടാവും. പിന്നെ ഒരു പൊട്ടൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടക്കുന്നു. അപ്പോൾ ബേക്കറി എല്ലാം ഉണ്ടായി. ഒരു ഇത്തിരി അതിനെല്ലാം വെച്ചിട്ടൊന്ന് ചായ കുടിക്കുന്നത്. ആ നേരത്തെ താമത് ഉറങ്ങുന്നുണ്ടായില്ലേ, ഉറങ്ങുന്ന നനച്ചിട്ട് വന്നിട്ട് നല്ല ഉറക്കപ്പിച്ചിലുണ്ട്. അങ്ങനെ ഞാനും മക്കളെല്ലാം നല്ല സ്ട്രോങ്ങിലൊരു ചായ കുടിച്ചതിന് ശേഷമില്ലേ. അപ്പോൾ ഓർഡർ ഉണ്ടെങ്കിലേ നമുക്ക് തിരക്കിൽ എന്തൊരു റുട്ടീന് പോലെ ചെയ്യാൻ കഴിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം. ഓർഡറില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്യുന്നത് മാത്രമല്ല നല്ല മടിയുണ്ടെന്ന് പറഞ്ഞാൽ. ഓർഡറില്ലെങ്കിൽ കിടന്നെടുത്ത് ബാക്കി, ഉറങ്ങിയെടുത്ത് ബാക്കി, ഫോണൊക്കെയും ബാക്കി, ഇരുന്നെടുത്ത് ബാക്കിയില്ല എനിക്ക് അങ്ങനെ. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു എനർജി ഉണ്ടാവും എടുക്കാൻ. ഇല്ലെങ്കിൽ ഇപ്പോൾ മസ്ത് പിടിച്ചിട്ട് ബെത്തിട്ട് ഒരു അങ്ങനെയാണ്. അപ്പോൾ ഓർഡർ മറ്റേ കൊടുക്കുകയാണെങ്കിൽ 10 മണിക്കൂർ കൊടുക്കാൻ ചെല്ലിന്, അല്ല 12 മണിക്ക് കൊടുക്കാനില്ലേ, അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് വേണിച്ചിരി വരും അങ്ങനെ. അപ്പോൾ കുറേ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി അച്ചാർ എടുക്കാവാതിരിക്കാൻ എന്താക്കണോ എന്താക്കണ്ടേന്നെല്ലാം. അപ്പോൾ കുറേ എൻ്റെ അച്ചാർ എന്തില്ലെങ്കിലേ ഫ്രിഡ്ജിൽ വെക്കുന്ന അച്ചാർ തന്നെയാണ്. ഞാൻ അച്ചാർ ഇട്ടിട്ട് അന്ന് തന്നെ ഫ്രിഡ്ജിൽ കയറ്റും. എൻ്റെ ഈ ഗൾഫിലേക്കെല്ലാം കൊടുക്കുന്നെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരോടും ചെല്ലലുണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന അച്ചാർ എൻ്റെ അത് പുറത്ത് വെച്ചാറുണ്ടാന്ന്, പുറത്ത് വെച്ചങ്ങ് എടുക്കാവുന്നു. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് ആ പീസ് നല്ല ക്രിസ്പി ഉണ്ടാകുന്നു ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ. അപ്പോൾ ആ ചായ കുടിക്കുമ്പോൾക്ക് കാര്യമെല്ലാം ഉണ്ടായി. അങ്ങനെ കാര്യമെല്ലാം കൂട്ടിയിട്ട് നമ്മളെല്ലാവരും കുടിക്കുന്നുണ്ട്. പിന്നെ അച്ചാറിനില്ലേ മറ്റേ ഈ വേറെ എന്തെല്ലാം നല്ല വരുന്ന അച്ചാറില്ലേ, കുറേ കൊല്ലങ്ങളോളം എടുക്കാവാണ്ട് നിൽക്കുന്നത്. അതെങ്ങനെയാണ് നമുക്കറിയില്ല. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. നമ്മളെ നാടൻ സാധനം മുളക്, മറ്റേ
എന്ത് കടുക് ജീരകം ഉലുവ അങ്ങനെ തന്നെ മാത്രമല്ലേ, അതിലേക്ക് വേണ്ടാത്തൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് പെട്ടെന്ന് എടുക്കാമെന്ന് തോന്നുന്നു. കുറേ നാളെന്തും നമ്മളത് നിൽക്കുന്നില്ല അങ്ങനെ. അപ്പോൾ പിന്നെ വെള്ളം കൊള്ളാണ്ട് കൈ കൊള്ളാണ്ട് മണ്ണിൻ്റെ ഭരണിയിലിട്ടെങ്കിൽ അങ്ങനെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചെങ്കിലെല്ലാം ശരിയാണെന്ന് തോന്നുന്നു. പിന്നെ കൂടുതൽ കുറേ ദിവസം നിന്നില്ല അങ്ങ് പ്രശ്നമില്ല. കെമിക്കലൊന്നും ഇട്ടത് നമുക്ക് വേണ്ട അല്ലേ. നമ്മളിതെല്ലാം ഹോം മെയ്ഡ് എല്ലാവർക്കും നല്ല വിശ്വാസത്തോടെ വാങ്ങുന്നതല്ലേ. ഹോം മെയ്ഡ് നല്ല വൃത്തിക്ക് ചെയ്യും. എന്തോ അങ്ങനെ അജിനാമോട്ടോ സംഭവങ്ങളൊന്നും ഇടാണ്ട് ചെയ്യും. അങ്ങനെല്ലാം ഉണ്ട്. അജിനാമോട്ടോ എല്ലാം ഇട്ടെങ്കിൽ ഫുഡിന് ഭയങ്കര ടേസ്റ്റാണ്. ഈ ചൈനീസിൽ റെസ്റ്റോറൻറ്റ്സിലെല്ലാം എന്തായാലും അധികം ആയിരിക്കും തോന്നുന്നറിയില്ല. അപ്പോൾ നമ്മൾ പുരയിലാകുമ്പോൾ അതെന്താ യൂസ് ആക്കാറുണ്ട്. അജിനാമോട്ടോ ഇട്ടെങ്കിൽ ടേസ്റ്റ് എന്നെല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അത് ടേസ്റ്റ് ആ ബായിക്ക് മാത്രം ബാറ്റേക്ക് പോകുമ്പോൾ കഴിഞ്ഞായിട്ട് ഡേഞ്ചർ വേറെ ഒന്നുമില്ല. ഭയങ്കര എഫക്റ്റ്. അതുകൊണ്ട് ആരും അജിനാമോട്ടോ ഇട്ടിട്ടുണ്ടാവും ഫുഡ് യൂസ് ആക്കുമ്പോഴേക്ക്, ഹോം മെയ്ഡ് ചെയ്യുന്നവർ പ്രത്യേകിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളെ നാടൻ ഫുഡ് മസാല അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് അതിനെല്ലാവർക്കും ഉണ്ടായാൽ മതിയല്ലേ. ഈ കണ്ടതും കേട്ടതെല്ലാം ഇട്ടിട്ട് വെറുതെ എന്തിനു വേറെ എടുക്കുന്നത് അങ്ങനെ. അപ്പോൾ ഇല്ലേ ഈ ടേബിൾ ഈ ടേബിൾ നിങ്ങൾ നേരെ നോക്കിയത് ലാസ്റ്റ് ടേബിൾ ഇങ്ങനെ കണ്ടതറിഞ്ഞാൽ പിന്നെ ഇത് നല്ല പാങ്ങല പൊട്ടിയിട്ടുണ്ടായി. നടുന്നില്ല 2 പൊളപ്പായത് ഈ ടേബിൾ, കിച്ചൺ ടേബിൾ. ചൂടെല്ലാം ഞാൻ വെച്ചോണ്ടായി, വെക്കുന്നില്ല എന്നല്ല വെച്ചോണ്ടായി. പക്ഷേ ഇത് പൊട്ടുമ്പില്ലേ ഞാൻ ആ ഭാഗത്തേ ഉണ്ടായിട്ടില്ല. ഇങ്ങോട്ടുണ്ടായിനെ കുറച്ച് ടക്കുന്നൊരു സൗണ്ട് കേട്ട് രണ്ടിങ്ങനെ പളുപ്പായിട്ട് വന്നതാന്ന് പറഞ്ഞാൽ. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കില്ലേ അതിനൊരു സൈഡ് ഒരു പീസ് അളിയിട്ട് പോണ്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു അളിയിട്ട് പോണ്, പിന്നെ അതിനെ കൊണ്ടുപോയിട്ട് പുറത്തിട്ടു. ഇപ്പോൾ കിച്ചണിൽ ചായ കുടിക്കാൻ ടേബിളില്ല ഗൈസ്. എന്നിട്ടിപ്പോൾ ചായ കുടിക്കുന്ന ആ ഒരു ടൈമിൽ, ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഇങ്ങോട്ട് പോകണമെന്ന് അറിയുന്നില്ല. ആ ഉള്ളിലിരിക്കുമ്പോൾ ഒരു പാങ്ങുന്നില്ല നമുക്ക്. ആ കിച്ചണിൽ തന്നെ നല്ല പാങ്ങണ്ടേ ഇരിക്കുന്നിട്ട് കഴിക്കാൻ. ഉള്ളിലോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ഫീലാണ്. അങ്ങനെ ഇപ്പോൾ അതിനിപ്പോൾ എന്താക്കുന്നതെന്ന് അറിയുന്നില്ല. ഗ്രാനൈറ്റ് പീസ് എന്തെങ്കിലും ഇടണ എന്ത് കഥയെന്നും അറിയുന്നില്ല. അങ്ങനെ ഇതിപ്പോൾ ഞമ്മൊരു പ്രതീക്ഷിക്കാണ്ടായത് എന്തോ ഒരു ഷോക്കായി പോയി. അപ്പോൾ ഇല്ലേ ഇതിടയിലൊരിക്കല്ലേ നമുക്ക് പെട്ടെന്ന് പള്ളിയിൽ റാത്തി എന്ത് പോണ്ടായ എന്തുകൊണ്ട് ഞങ്ങൾക്ക് 10 അരി ഊത്താൻ മറന്നു. ഞാൻ അധികം മറക്കല്ലേ ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ എന്താക്കി ചൂടുപാത്രത്തിലിട്ടില്ലേ നല്ല തിളക്കുന്ന വെള്ളം കൂട്ടിയിട്ട് ചൂടുപാത്രത്തിൽ മുടി വെച്ച്. അപ്പോൾ നമുക്ക് പത്തല് ചൂടാൻ കഴിയുന്നല്ലോ. റാത്തി തുടങ്ങിയിട്ടാണ് പകുതി അതിന്. അപ്പോഴേക്ക് ഞാൻ എന്താക്കി ചൂടുവെള്ളത്തിലിട്ടിട്ടില്ല ഒരു അരമണിക്കൂർ വെച്ചിട്ട് അത്ര തന്നെ. എന്നിട്ട് അരച്ചെടുത്തിട്ട് നല്ല പാങ്ങല 10 ചൂട്ടിട്ട് എടുത്തിന് ഞാൻ അറിഞ്ഞാൽ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലില്ല അരി പൂത്താൻ മറന്നെങ്കിൽ 10 ചൂടാണ്ടിക്കണ്ട, പെട്ടെന്ന് തിളക്കുന്ന വെള്ളം കൂട്ടി കൊടുത്താൽ മതിയാവേ. അപ്പോൾ ഞാൻ ഈ മുളക് ബജീൻ്റെ റെസിപ്പി വരുന്ന കാണിച്ചിട്ടാകുമ്പോൾ റെസിപ്പി കാണിച്ചതല്ല, ഞാൻ ഇങ്ങനെ കാണിക്കും. ഇതിൻ്റെ റെസിപ്പി പറയുമെന്നല്ല ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഇല്ലേ മറ്റേ കടലമാവ് പൊട്ടിട്ട് അതിന് ശേഷം ഇല്ലേ കുറച്ച് അരിപ്പൊടി ചേർക്കണം ഇതിലേക്ക്. പിന്നെ നമ്മളെ മുളക് പൊടി, ചിക്കൻ മസാല, ജീരകപ്പൊടി, ഉപ്പ്, കറിവേപ്പ് ഇടുന്നെങ്കിൽ ഒരിത്തിരി കുനുകുന അരിഞ്ഞ പച്ചമുളകില്ലേ അത് മല്ലിച്ചപ്പ് എല്ലാം ഇട്ട് കൊടുക്കുക. എത്ര ടേസ്റ്റാണ്. കുറച്ച് അരിപ്പൊടി ഇടണം നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കാൻ. പിന്നെ ഇത് മുറിച്ചിട്ട് വെച്ച പാടില്ല, ഒരിത്തിരി ഉപ്പ് മിക്സ് ആക്കിയിട്ട് ഉപ്പ് വെള്ളത്തിലിട്ടേക്കണം. അപ്പോൾ ഇല്ലേ നല്ല മുരിഞ്ഞിട്ട് വരുന്നു. ഇങ്ങനെല്ലാം ഒരു വൈകുന്നേരമുള്ള ഒരു സ്നാക്സ് എണ്ണ കടിയെല്ലാം ആക്കിയിട്ട് കഴിക്കുമ്പോൾ ഇല്ലേ മക്കൾക്കെല്ലാം കൊടുക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ്. കടയിൽ നിന്ന് വേങ്ങണ്ടെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വേങ്ങ അല്ലേ ഞമ്മന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഒരു ചൂടോടെ കഴിക്കുമ്പോൾ ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പോൾ ഇതെല്ലാം ഫുഡിൻ്റെ തന്നെ എന്താ പറയുക കാണിക്കുന്നത്. ഇത് ഓരോരിക്കും എടുത്തിട്ട് വെച്ച വീഡിയോ കുറേ വട്ടം എടുത്ത വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാം വെറുതെ ഡിലീറ്റ് ആക്കിയിട്ട് പോകാൻ മനസ്സിലായിരുന്നില്ല. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഒരിക്കൽ കാണിച്ചിട്ടായിട്ടില്ലേ സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ അതിനാടി പിരാന്ത് ഓടിക്കുന്നു. കുറച്ച് വീഡിയോ എടുത്തിട്ടാകുമ്പോഴേക്ക് തന്നെ ഫുള്ളായിട്ടായി. എന്തായി ഫോണാന്ന് തോക്കറിയുന്നില്ല അങ്ങനെ. അപ്പോൾ മറ്റേ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചട്നി ഉണ്ടാക്കാൻ ടൈമില്ല, എന്തോ ഒരു ഓർഡറുണ്ട് തിരക്കിലുള്ള. അപ്പോൾ അതുകൊണ്ട് എന്താക്കി വേഗം പിന്നെ കെച്ചപ്പ് മുക്കിയിട്ട് കഴിച്ചതാണ്. ഇതൊരു ഓർഡർ ഉണ്ടായ ഒരു വേറെ തന്നെ ഒരു ഓർഡർ ഗൾഫിലുള്ളത്. ആരോ ഗസ്റ്റ് വരുന്നിട്ട് മക്കളോരെല്ലാം ഉണ്ട്, ഓർ മാത്രം ഒരാൾ ഗൾഫിൽ പോയിന്. അങ്ങനെ ഗസ്റ്റ് വരുന്നിട്ട് നമ്മളോട് പെട്ടെന്ന് റെഡിയാക്കി തരാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അതിൽ ബീഫ് കറി, ചിക്കൻ കറി, പിന്നെന്താ പറഞ്ഞാൽ ബട്ടൂര പിന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു. കുറേ സൈ കൊടുത്തിട്ട് മറന്നിനറിഞ്ഞാൽ എന്തെന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഉണ്ട് ലാസ്റ്റ് ചിലപ്പോൾ ഫോട്ടോയാ വീഡിയോ എന്തോ ഉണ്ടാവും. പിന്നെ പുളിവാളം, ബട്ടൂര, ബീഫ് കറി, പിന്നെ പുഡിങ് ഉണ്ടായി. പിന്നെ എന്ത് ഉണ്ടായിനെ, പിന്നെ ചിക്കൻ കടായി വേണമെന്നില്ല, അവർക്ക് കടായി ചിക്കനാണ് കൊടുത്തത്.
അപ്പോൾ ഈ കടായി ചിക്കൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഞങ്ങൾക്ക് ഓർമ്മയില്ല കാണിച്ചിനാ നിൻ്റെ അടുക്കെന്തോ ഒരു ദിവസം അപ്പോൾ അങ്ങനെ കാണിച്ചിട്ട് അങ്ങനെ ഞാൻ ഒരു ദിവസം റെസിപ്പി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കിച്ചൻ്റെ അവസ്ഥ നോക്ക് അങ്ങനെ കുത്തു മറിഞ്ഞിട്ടുണ്ട് ഓർഡറെല്ലാം ആകുമ്പോഴേക്കും ഇങ്ങനെയാണ് അങ്ങനെ കച്ചറാന്ന് പിന്നെ ഓർഡറെല്ലാം കൊടുത്തിട്ട് അതിന് ശേഷം നല്ല വാങ്ങല ഒന്ന് ക്ലീൻ ആക്കൽ അപ്പോൾ അതാ ബട്ടർ പുഡിങ് റെഡി ആക്കിയിട്ട് വെച്ചിന് ഇത് അതിലേക്ക് ബേബി കാഷ്യും പിന്നെ അനാറൂട്ടിന് അപ്പോൾ നല്ല ഡെക്കറേഷൻ കളർഫുള്ളായിട്ട് കാണുമ്പോൾ നല്ല മജയുണ്ട് കാണാൻ അപ്പോൾ അതാ കടായി ചിക്കൻ്റെ ഒരുമാതിരി ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് ബീഫ് കറി ഇപ്പുറത്ത് റെഡി ആകുന്നുണ്ട് ലാസ്റ്റ് നമുക്ക് മല്ലിച്ചപ്പെല്ലാം ഇട്ടിട്ടില്ലേ ഇറക്കാം ഗ്യാസൊന്ന് അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഇടയിലില്ലേ ഗ്യാസ് പൊട്ടായി അതിനെ നേരാക്കാൻ കൊണ്ടുപോയി അത് റിപ്പയറാക്കാൻ കൊണ്ടിട്ട് കുറേ സാടുണ്ടായി എന്നിട്ട് പൈലോട്ടൊന്ന് മേങ്ങി പിന്നെ എന്തെല്ലോ അതിന് കുറേ ദിവസം ബിസി എന്നാന്ന് നമുക്ക് എപ്പോഴും വീഡിയോ അപ്ലോഡ് ആക്കിറാന്ന് ചെല്ലുമ്പോൾ തന്നെ അങ്ങനെ മസാല പാടിയിടെല്ലാം പോയിട്ടാകുമ്പോൾ തന്നെ കിച്ചണല്ലേ തനസ് കിച്ചണല്ലേ നോക്കലുണ്ട് ഇഷ്ടമെന്നല്ല ചെല്ലുമ്പോൾ നല്ല മജയുണ്ട് ഞാൻ ഇതാന്ന് കൊടുത്തത് പഴംപൊരി ഉണ്ട് അതിന് ഓർഡർ അപ്പോൾ പഴംപൊരിയും അങ്ങനെ കുറച്ച് നെയ്പ്പത്തിലെ സംഭവങ്ങളെല്ലാം ഉള്ള ഓർഡർ അങ്ങനെ അത് കൊണ്ടുപോയതിന് ശേഷം ഇത് പിറ്റേ ദിവസം രാവിലെയാന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തന്നെയുള്ള നെയ്പ്പത്തിൽ രാവിലത്തെ വീഡിയോയാണിത് അപ്പോൾ നമ്മൾ ചൂടോടില്ല ഇങ്ങനെ ചൂട് നെയ്പ്പത്തിലേക്കാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ നെയ്പ്പത്തിൽ കാണുമ്പോൾ എന്താ റെസിപ്പി ചോദിക്കും എല്ലാവരും അപ്പോൾ ഇതെന്ത് കഥയെന്നറിയാം നെയ്പ്പത്തിലില്ലേ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒരു ചെറിയൊരു പീസ് ഉള്ളിയും ഒരു ഇത്തിരി പെരുംജീരകം ഇട്ടിട്ട് അരക്കുക നല്ല പേസ്റ്റ് പോലെ അരക്കണ്ട കുറച്ച് തരിയായിട്ട് അരക്കുക അത് അരച്ചിട്ടായതിനു ശേഷം ഇല്ലേ അതിൽക്കൊരിത്തിരി തരി അറിയില്ല റവയാ മൈദയാ അരിപ്പൊടി എന്തോ മൂന്നും മിക്സ് ആക്കിയെങ്കാവും അല്ലെങ്കിൽ അരിപ്പൊടിയും റവയും മിക്സ് ആക്കിയെങ്കാവും അല്ലെങ്കിൽ മൈദയും റവയും മിക്സ് ആക്കിയെങ്കിൽ എങ്ങനെ മിക്സ് ആക്കിയെങ്കിൽ പ്രശ്നമില്ല നല്ല പാങ്ങലൊക്കെ വെച്ചിട്ടില്ലേ ഒരു 10 മിനിറ്റ് ഒരു 1/4 മണിക്കൂർ വെക്കാം വെച്ചിട്ടായതിനു ശേഷം ഇല്ലേ നല്ല പാങ്ങല എണ്ണ ചൂടായിട്ടാകുമ്പോൾ ചുട്ടിട്ടെടുക്കുക അപ്പോൾ നല്ലധികം എന്താ ഇപ്പത്തിലാണ് ചൂടോടെ കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റ് അറിഞ്ഞാൽ പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ടായതിനു ശേഷം പിന്നെന്ത് പണിയുണ്ടായിനപ്പാ അപ്പോൾ ഇതെന്ത് ബാറ്റർ അറിയാമോ ഇന്നലത്തെ ബേക്ക കാഴ്ചേൻ്റെ കുറച്ച് ബാറ്റർ ബാക്കിയാണ് അപ്പോൾ ഞാൻ തന്നെ സ്കൂളിലേക്ക് ടിഫിന് കൊടുക്കാനായിട്ട് അതേ ബാറ്ററിലേക്ക് എണ്ണ വെച്ചിട്ടുണ്ടല്ലോ അടുപ്പിൽ അതേ ബാറ്ററിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടില്ലേ നമുക്കൊരു അക്ഷയൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിന് അങ്ങനെ ഞാനും ഇതും പപ്പ എല്ലാവരും പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെ മുത്തമ്മാൻ്റെ മോളെടുക്ക് പോയിട്ടുണ്ടായി അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും തേനെത്തി ഉറന്നെ പോയത് ആരും വന്നിട്ടില്ല മാപ്പിളമാരൊന്നും വന്നിട്ടില്ല ഞാൻ മഞ്ഞപ്പെണ്ണുങ്ങൾ പോയിട്ടില്ലേ അവിടെ മസാല നല്ല അടിപൊളി ഫുഡ് റെഡിയാക്കിയിട്ട് വെച്ചിനോള് വേറും ചോറ് മീൻ കറി വെജ് കറി പിന്നെ മീൻ ഫ്രൈ നെയ്ച്ചോറ് ചിക്കൻ ഫ്രൈ ഉണ്ടോ അല്ല മീൻ ഫ്രൈ അല്ലേ എന്താ കുറേ ചെയ്യാനുണ്ട് മറന്നിനറിഞ്ഞ നല്ല അച്ചാറ് എല്ലാ സംഭവവും ആക്കിയിട്ട് റെഡി ആക്കിയിട്ട് വെച്ചിന് അപ്പോൾ നമ്മൾ കുറേ അവിടെ പോകണമെന്ന് വിചാരിക്കുന്ന മുത്തമ്മൻ്റെ മോളുടെ ഏകദേശം 2-3 കൊല്ലം എന്തായാലും തോന്നടത്തേക്ക് പോയിട്ട് പ്ലാൻ ആക്കുന്നത് പക്ഷെ എത്തുന്നില്ല എങ്ങനെയെങ്കിലും അങ്ങനെ ഒരു ദിവസം പിള്ളേരെ സ്കൂളിലെല്ലാം പൊട്ടിട്ടായിട്ടില്ലേ എന്തായെങ്കിലും പോകുന്ന തന്നെ എന്നിട്ട് ഒരു ഇറങ്ങിയത് തന്നെയാണെന്ന് പറഞ്ഞാൽ പിള്ളേരെല്ലാം സ്കൂളിൽ പൊട്ടിട്ടതിന് ശേഷം വന്നത് പിള്ളേർ വരുന്നതിന് മുമ്പ് വരാമെന്നുള്ള ചെല്ലിട്ട് അങ്ങനെ പിന്നെ പിള്ളേർ വന്നെങ്കിൽ വലിയ പ്രശ്നമില്ല അപ്പുറത്തിപ്പുറത്തെല്ലാം നമ്മളെല്ലാവരും ഫാമിലീൻ്റെ പേരിൻ്റെ അടുത്ത് തന്നെയല്ലേ അപ്പോൾ എല്ലാവരും മക്കളെ അവിടെ പുരയിൽ നിന്നോളൂ സേഫായിട്ട് പിന്നെ നമ്മൾ ഒരു 5 മണിയാകുമ്പോൾ എത്തിയാലും പ്രശ്നമില്ല ഒരു മദ്രസക്കാൻ വേണ്ടി പോയിട്ടുണ്ടാകും അങ്ങനെ മുത്തമ്മാൻ്റെ മോളെ പുരയില്ലേ ഒരു കുഞ്ഞിപ്പുര പിന്നെ പുത്തൂറാന്ന് വരെ പക്ഷെ അതിൻ്റെ ഉള്ളിൽ മസാല ഓളെ മോള് റെഡിയാക്കിയിട്ട് വെച്ച് ഓളൊരു ആ കുഞ്ഞിൻ്റെ ഒരു കല നോക്കി ചെറിയ മോളൊരു 8-9 വയസ്സ് അത്ര എന്താ അതിനത്ര ഓളെന്നെ കൈയോടെ ഉണ്ടാക്കിയത് ഇതെല്ലാം ഒരു ചെറിയൊരു തുണിയെല്ലാം പിരിച്ചിട്ടില്ലേ വേറെ തന്നെ പാക്കിങ് ആക്കിയിട്ട് ഇതെല്ലാം ഉള്ള റെഡിയാക്കിയിട്ട് വെച്ചിരുന്നതാണ് എന്ത് ബോക്സ് കിട്ടിയെങ്കിലും കളിയലില്ലല്ലോ നോക്കിയിട്ടില്ല അതുപോലെ ആക്കിയിട്ട് വെച്ചിരുതാ മസാല ലബൂബിനെല്ലാം വരച്ചിട്ടെല്ലാം വെച്ചിട്ട് നോക്കിയാൽ എന്ത് വാങ്ങണ്ട് കാണുമ്പോൾ ഒരു കൗതുകമായി പോയി അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വരുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങൾക്ക് ഇത് കണ്ടത് ഫസ്റ്റ് കണ്ടിട്ട് ഞാൻ പർദ്ദ ഇട്ടിട്ടുണ്ട് എന്നാലും സാറില്ല ഞാൻ വീഡിയോ എടുക്കില്ലേ എല്ലാം ഒന്നും നല്ല ഇങ്ങനെ എന്തോ അല്ല നേരെ കാണാൻ നല്ല ഉണ്ടറിഞ്ഞാൽ ഒരു ഇത്തിരി സ്ഥലവും അതിന് നിലത്ത് തന്നെ തുണിയെല്ലാം പേപ്പറെല്ലാം ഒട്ടിച്ചിട്ട് തുണിയെല്ലാം വിരിച്ചിട്ടില്ലേ ഓരോന്നിനും ഓരോരോ ബോക്സിലാക്കിയിട്ട് മസാല വെച്ചിട്ട് പിള്ളമാരെ ഇങ്ങനത്തെ കഴിവല്ലേ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് ഓരോന്ന് ചെയ്ത് കൊടുത്തവർക്ക് മസാല വലുതാകുമ്പോൾ ഏതാവും എന്താവും എന്നൊന്നും നമുക്കറിയാലോ എന്നാലും നമ്മൾ ഉമ്മാമാരെ നല്ല ചെറുതായ കഴിവായാലും വലുതായ കഴിവായാലും പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ അത് വളർന്ന് വലുതാകുമ്പോൾ നല്ലൊരു കഴിവായിട്ട് മാറും
മാഷാ അല്ലാ. അങ്ങനെ എല്ലാം ഞാൻ ഇങ്ങനെ നോക്കലാന്ന്. മറ്റേ ബെൻട്ടന്, ടോം ആൻഡ് ജെറി അങ്ങനെ എന്തെല്ലോ വെച്ചിട്ടുണ്ടായി അറിഞ്ഞാൽ. അങ്ങനെ അത് കാണത്ത കഥയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടായിട്ടില്ലേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ലൈക്കും കമൻറ്റും മസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എന്നെ ചോദിച്ചു ഞാൻ റിപ്ലൈ ആക്കാം. അധികം ഞാൻ നോക്കലും കാണലെല്ലാം ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് മിസ്സായിട്ടുണ്ടാവും ചിലപ്പം. അല്ലാതെ ഞാൻ എല്ലാം റിപ്ലൈ ആക്കലുണ്ട്. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.